കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ ഇന്ന് ഫുള്ളും ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ രാമായണ മാസത്തെ കർക്കിടക മാസം 1-ാം തീയതി വരവേൽക്കാൻ വേണ്ടി നമ്മൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ദാണ്ടെ ഈ കിടക്കുന്നതാണ് നമ്മുടെ നെല്ലിമരം കോതിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മരമെല്ലാം വെട്ടി കോതുന്ന ഒരു ലോങ് വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരുന്നവർ കണ്ടിരുന്നാൽ മതി. എന്നുവെച്ചാൽ ദാണ്ടെ ഇത് കണ്ടോ, നമ്മുടെ ഈ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ഈ അപ്പുറത്തെ വീട്ടിലെ നെല്ലിമരമാണിത് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ നെല്ലിമരം ഇങ്ങനെ ടെറസിൻ്റെ മണ്ടയ്ക്കാണിത് നിൽക്കുന്നത് കേട്ടോ. ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ അതൊന്ന് കോതി വിട്ട് കൊടുത്തിയാണ് എല്ലാം കൂടി ഉണയും കിടക്കുന്നത്. ഇപ്പോൾ ഈ കമ്പെല്ലാം ഞാനങ്ങ് എടുത്ത് ഒടിച്ച് മടക്കി എടുക്കാൻ പോകും. നമുക്ക് ക്ലീനിങ് റുട്ടീൻ വീടിൻ്റെ മുകളിൽ നിന്നും തന്നെ തുടങ്ങാമേ. അപ്പോൾ ഞാനാണ് ഈ കമ്പെല്ലാം അങ്ങ് ഒടിച്ചെടുക്കുക കേട്ടോ. എന്തിനാന്ന് ചോദിച്ചാലേ, എനിക്ക് എല്ലാ മലയാള മാസവും ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ ഇത്. കമ്പെല്ലാം ഇങ്ങോട്ട് ഒടിച്ചൊടിച്ച് മാറ്റിയിടാം. രാവിലെ ഇത്തിരി വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കത്തിക്കാൻ പറ്റത്തുള്ളേ. ഇപ്പൊ സമയം രാവിലെയാണ്. നമ്മുടെ ടെറസിന്റെ മണ്ടയിലാണ്ട് നല്ല വെയിലിഞ്ഞി വരും. എനിക്കാണെങ്കിൽ വെയിലും ഉണ്ടാ, മുഖമൊക്കെ പൊള്ളുന്നൊരു വ്യക്തിയായിട്ടാ. അങ്ങനെ ഞാനാണെങ്കിൽ ആ ചുള്ളിയും കാര്യങ്ങളും എല്ലാം ഒടിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കേട്ടോ. പിന്നെ അതേ കുറേ ഓലയാണ് നമ്മൾ വന്നപ്പം അച്ചായി ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് നിന്നൊക്കെ ഒരുവിധം ഒന്ന് തുമ്പ് വെട്ടിയിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതാ ഇവിടെ കിടന്ന മേളിലല്ലേ, നല്ല വെയിലല്ലേ, അങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങ് താഴോട്ട് ഇട്ട് കൊടുക്കും. നമുക്കിപ്പോൾ എപ്പോഴും ഈ സാധനങ്ങളും കൊണ്ട് താഴെ കയറി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഈ കാണുന്ന ഓലയുടെ മടലാണ് ഞാൻ വലിയ കരുതി ഒടിക്കാൻ നോക്കിയത് കേട്ടോ. അങ്ങനെ ഒടിഞ്ഞങ്ങോട്ട് വരുന്നില്ല ഇത്. എന്നാൽ പിന്നെ പുല്ല് പോട്ട് എന്നും പറഞ്ഞ് ഞാൻ കഴിവതും നോക്കി കേട്ടോ. എൻ്റെ സർവ്വ ആരോഗ്യം ഞാൻ എടുത്ത് നോക്കി അവനെ ഒന്ന് ഓടിച്ച് എടുക്കാനായിട്ട്. എവിടുന്ന് അവൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ആ പുല്ലെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് കളയെന്നും പറഞ്ഞ് ആ താഴോട്ട് കൊണ്ട് ഇടുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചുള്ളിക്കമ്പെല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഉണക്കിയെടുത്ത ചുള്ളിക്കമ്പും കൊണ്ട് നേരെ താഴോട്ട് പോകുക കേട്ടോ. എനിക്കാണെങ്കിൽ സ്റ്റെപ്പിങ്ങിന് ഇറങ്ങുന്ന പേടിയാണ്. ഞാൻ നോക്കി ഇറങ്ങി പോകത്തുള്ളൂ. കാരണം ഞാൻ പണ്ടൊരിക്കൽ കൊച്ചിലെ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടുരുണ്ട് വീണിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയാണല്ലോ. അങ്ങനെ ഈ നെല്ലിമരത്തിൻ്റെ ഇലയാണെങ്കിൽ തൂത്തെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരെ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. എന്ത് ചെയ്യാനും നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിലോട്ട് കിടക്കുകയാണ് അവരുടെ ആ ഒരു നെല്ലിമരം. ഇപ്പം അയൽക്കാർക്ക് അത് വെട്ടണമെന്നൊരു ബോധമില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനും നമുക്ക് ആരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്കത് വൃത്തിയാക്കാനല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ മേളിൽ കയറി വന്നപ്പോൾ കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഉച്ചയ്ക്കെന്ന് പറഞ്ഞ് വന്നാൽ നല്ല വെയിലായിരിക്കും. വൈകുന്നേരം 4 മണി 5 മണി വരാമെന്ന് പറഞ്ഞാൽ അന്നേരം ഒരു 6 മണി വരെ ഇതിൻ്റെ മണ്ടേ വെയിലാണ്. പിന്നെ എപ്പോഴാണ് വരുന്നത്? നല്ല രാവിലെ വന്നാൽ വെട്ടവും കാണത്തില്ല കേട്ടോ. അപ്പോൾ എന്തോ പറഞ്ഞാലും അവിടെ ഉള്ള ആ നെല്ലിമരത്തിൻ്റെ ഇലയെല്ലാം ഞാൻ നല്ല രീതിയിൽ അങ്ങ് തൂത്ത് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കണ്ടേ വാട്ടർ ടാങ്ക് വെച്ചേക്കുന്ന അതിൻ്റെ കീഴിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു പോച്ചകൾ ധാരാളം ഉണ്ട്. അതിനെയാണ് ഞാൻ ഈ ചൂല് വെച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. അതപ്പോൾ ധാരാളം ഇനി പോരും അത് പെട്ടെന്ന് തന്നെ കേട്ടോ. എല്ലാം ഞാൻ കംപ്ലീറ്റ് നല്ല രീതിക്ക് തന്നെ തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടും നല്ല കണ്ണാടി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകവും കൂടെ ഒക്കെ വൃത്തിയാക്കിയ ജോലി തീരുന്നതാണേ. അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മുകളിൽ വന്നപ്പോൾ എങ്ങനെ കിടന്ന് ഇപ്പം ഞാൻ എങ്ങനെ വൃത്തിയാക്കി എടുത്തെന്ന്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് ഈ കാണുന്ന കോണിപ്പടികളും കൂടെ ഒന്ന് നല്ല രീതിയിൽ തൂത്തെടുക്കണം. ഇത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം തൂത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എത്ര ഞാൻ തൂത്ത് കൊടുത്താലും കാറ്റടിക്കുമ്പോൾ ആ ഇല പിന്നെയും വീണുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാണ്? അങ്ങനെ കൂട്ടുകാരെ ഞാൻ മേളിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ എന്താ പറയണ്ടേ നെല്ലിയുടെ ഇലയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇട്ടാൻ കത്തിച്ച് കേട്ടോ. കാരണം ചെറിയൊരു മഴക്കാറുണ്ട്. വൈകുന്നേരം ആവട്ടെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അപ്പം നനഞ്ഞു പോയാൽ എന്തോ ഞാനുള്ളത് കൈയോടെ കത്തിക്കുവാണേ. അങ്ങനെ പിന്നെ ആ ജോലിക്കെല്ലാം ശേഷം ഞാൻ വൈകുന്നേരമാണ് വീണ്ടും അടുത്ത ക്ലീനിങ് പരിപാടിക്ക് ഇറങ്ങിയത്. കാരണം പിന്നെ എനിക്ക് കിച്ചണിൽ ജോലി അടുക്കളയിലുള്ള പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അച്ചായിയുടെ ഒരു ഹെൽപ്പും കൂടെ നമുക്ക് ചോദിക്കാമെന്ന് വിചാരിച്ചേ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് മേടിച്ച സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തിരുന്ന് കണ്ടിരുന്നാൽ മതി. അതിനകത്ത് ഞാൻ കുറേ ഷെൽഫും അതിനടിയിലുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നമ്മൾ ഒരു വർക്ക് ഏരിയയിലെ ഷെൽഫാണ് എല്ലാം വൃത്തിയാക്കുന്നത്. വേറൊന്നുമല്ല, ഓരോരോ പൊത്താനും സാധനങ്ങളും എല്ലാം കൊണ്ടുവച്ച് അതിൻ്റെ എല്ലാം പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിതുപോലെ എല്ലാ മാസത്തിലും ഒരിക്കലും വൃത്തിയാക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കിടക മാസത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ പഞ്ഞവും അങ്ങനെയുള്ള ദുഃഖവും ദുരിതാപത്തുകളും എല്ലാം പോണേന്നും പറഞ്ഞ് തൂത്ത് തുടച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ ഒരു മുറത്തിനകത്ത് വെച്ച് കൊണ്ട് കളഞ്ഞ് തീ ഇടും കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, മൂദേവി പോയി മഹാലക്ഷ്മി വരട്ടെ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ചാക്കിനകത്ത് നിറയെ ചിരട്ടയാണ്. അപ്പോൾ
ചിരട്ട ഞാൻ നേരത്തെ നമ്മളിവിടെ ഈ ആക്രിയൊക്കെ പറക്കാൻ വരുന്ന മാമ്മമാർക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. അവരൊട്ടും വില നമുക്ക് തരുന്നില്ലേ. അങ്ങനെ അച്ചായി എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, അവർക്ക് ഇനി കൊടുക്കണ്ട, നമുക്ക് കൊല്ലത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കൊല്ലത്ത് കൊണ്ട് കൊടുത്താൽ എന്തായാലും ഉള്ള വിലയെങ്കിലും കിട്ടും, ഇവർക്ക് കൊടുത്ത് പറ്റിക്കുന്നതാണൊക്കെ പറ്റിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞേ. അങ്ങനെ എന്തായാലും നമ്മുടെ അവിടെയൊക്കെയുള്ള ഷെൽഫ് എല്ലാം അച്ചായി നല്ല രീതിയിൽ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ്, എനിക്കിതിങ്ങനെ കൈക്ക് ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പൊക്കി എടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഞാൻ പിന്നെ അച്ചായിയുടെ ഒരു സഹായം ചോദിക്കും. അപ്പോൾ അച്ചായി ആണെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഗ്യാസ് വെക്കുന്ന ആ സ്ഥലത്ത് ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ പഴയതാണ്, പഴയ ബെഡ്ഷീറ്റ് ഇങ്ങനെ നൂത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കാതെ, ഇതൊക്കെ ഞാൻ ആറ്റുകാല് പൊങ്കാലയ്ക്ക് പോകുമ്പം എടുത്തുകൊണ്ടിരുന്ന പൊങ്കാല മൺകലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കുവാണ്, ഒന്നും കളഞ്ഞിട്ടില്ലേ. അങ്ങനെ അതിൻ്റെ കീഴിൽ നിന്ന് വൃത്തിയാക്കി കണ്ടില്ലേ, വേറൊന്നും അല്ല, കുറേ കവറുകൾ, ഓരോ കവറുകൾ ഞാനിങ്ങനെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ. കുറേ കവറുകൾ, കുറേ പേപ്പറുകൾ, കാര്യങ്ങൾ, അങ്ങനെ കളയാനുള്ള ഒരുവിധ സാധനങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചായി കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് അച്ചായി അമ്പലത്തിലേക്ക് പോയി. മണി 5 കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത പരിപാടി കേട്ടോ. അമ്മയാണെങ്കിൽ ഒരു സൈഡിലെ ജനലും കഥകളെല്ലാം തുടയ്ക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു സൈഡിലെ ജനലും കഥകളും എല്ലാം തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മൾ താഴെ വരെ നല്ല വൃത്തിയാക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു വൃത്തിയാക്കെന്ന് പറഞ്ഞാൽ ഓണം വരവേൽക്കാൻ വേണ്ടി ഒരു വൃത്തിയാക്കുണ്ട്. എന്ത് പറയാനാണ്, നമ്മളിപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ, കണ്ണാടി പോലെ വൃത്തിയാക്കുന്ന, റോഡ് സൈഡിലല്ല വീട്, അകത്തേക്കാണ് വീട്. പക്ഷേ എന്നിരുന്നാലും എന്ത് പറയാനാണ്, നല്ല രീതിയിൽ നമുക്ക് പൊടികൾ വരും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഡെയിലി തൂക്കുന്നതല്ലേ, അപ്പോൾ തൂക്കുന്ന ഈ ഓരോ പൊടികളും പൊടിപടലങ്ങളും എല്ലാം ജനലുകളിലും അവിടെ ഇവിടെ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെയാണ് പൊടികൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ നമ്മളെ കുടുംബ വീടെന്നൊക്കെ പറഞ്ഞാൽ റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് പൊടി വന്നാൽ പറയാം, റോഡ് സൈഡിൽ എപ്പോൾ നോക്കിയാലും 24 hours വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് പൊടി വരുന്നത് നമുക്ക് പറയാം. ഇവിടെയൊക്കെ പൊടി വരാൻ അങ്ങനെ അധികം വണ്ടികളൊന്നും പോകുന്നില്ല, ഇവിടെ ഉള്ള വീടുകളിലെ വണ്ടികളൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ജനലും കഥകളും എല്ലാം തുടച്ച് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അടുക്കളയിലെ ഫ്രിഡ്ജിൻ്റെ പുറവും എല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ എല്ലാം കൂടെ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇനി ആ ഒരു നേരം കൊണ്ട് അടുത്ത പെര തൂക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലായിടവും ചെലന്തി വലയും എല്ലാം അടിച്ചിട്ടിട്ട് ലാസ്റ്റാണ് ഞാൻ പെര തൂക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഈ വീഡിയോ ഒക്കെ ഞാൻ ഇത്തിരി സ്പീഡിലാണ് ഓടിച്ച് വിടുന്നത് കേട്ടോ. ഇതിനൊക്കെ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, മറ്റേ നമ്മൾ ഓൺ വോയിസിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോഴെന്താ ചെയ്യാൻ, എല്ലാ ജോലികളും കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ശരിക്കും ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്കാണെങ്കിൽ ഇപ്പോൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്നാണ് വീഡിയോ, എത്ര ലെങ്ത് ഉള്ള വീഡിയോ ആയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു വലിയ ആശ്വാസമാണ്. നമ്മളിപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതല്ലേ, അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ എല്ലാ ജോലിയും കൂടെ ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഇടണ്ടേ, അതിത്തിരി ജോലിയാണ് കേട്ടോ. അങ്ങനെ ഇൻ്റർലോക്കും കാര്യങ്ങളും പെരയും എല്ലാം തൂത്ത് ലാസ്റ്റ് ഇതേ മുറ്റത്തോട്ട് തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റം എല്ലാം തൂത്ത്, മുറ്റത്ത് നമ്മൾ മേളിൽ നിന്നിട്ട ഓലയും കാര്യങ്ങളും എല്ലാം ഞാൻ അച്ചായി ഉള്ളപ്പോൾ തന്നെ, അതായത് 4 മണിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഒരു സ്ഥലത്ത് കൊണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാം തൂത്തുതാണ്ട് നമ്മൾ പഞ്ഞവും കുടുംബത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പോട്ടെ എന്നും പറഞ്ഞ് എല്ലാം തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആ നേരത്തിന് അമ്മയാണെങ്കിൽ കുളിക്കാൻ പോയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തുടപ്പാണേ. അപ്പോൾ തുടയ്ക്കാനായിട്ട് കയറുമ്പം ഞാനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ശകലം പോലും പൊടി ഇല്ലാതാണ് തൂത്തങ്ങ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് നല്ല രീതിക്ക് തുടയ്ക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ക്ലീൻ നല്ല രീതിയിൽ അങ്ങോട്ട് തൂത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ തുടച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് മുടിയും പൊടിയും കാര്യങ്ങളും ഒക്കെ വരും. അന്നേരം നമുക്ക് എന്താ പറ്റുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് തുടപ്പ് നടക്കത്തില്ല. ഇതാകുമ്പോൾ സ്പീഡിൽ അങ്ങ് തുടച്ച് പോകാം കേട്ടോ. അങ്ങനെ എൻ്റെ ബെഡ്റൂമാണ് ഇത്രയും നേരം ഞാൻ അവിടെ നിന്ന് തുടച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം തുടച്ച് നേരെ ഇനി ഹാളിലേക്ക് വന്നു കേട്ടോ. ഞാൻ ആദ്യം തുടയ്ക്കാൻ കയറി നമ്മുടെ ബെഡ്റൂമാണ് തുടയ്ക്കുന്നത്, അതിനുശേഷം ഹാളിലോട്ട് വരും. അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തരും കേട്ടോ. ഇനി അടുത്ത ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ഹാളിൽ ഞാൻ ഈ തുടയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാഷ് ബേസിൻ കഴുകത്തുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാലേ വാഷ് ബേസിൻ നമ്മൾ അല്ലാതെ കഴുകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും തറയിലേക്ക് ഇത്തിരി വെള്ളം വീഴും കേട്ടോ. അപ്പോൾ ഈ അമ്മ എങ്ങാണോ അതിലേക്ക് കൂടെ പോയി തെന്നി വീണ് അതും കാര്യമായി. അതുകൊണ്ട് ഞാൻ ഈ തുടയ്ക്കുന്ന സമയത്ത് മാത്രം വാഷ് ബേസിൻ കഴുകത്തുള്ളൂ കേട്ടോ. കാരണം നമ്മളങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. ഞാൻ അമ്മയുടെ അടുത്തായാലും അച്ചായിയുടെ അടുത്തായാലും പറയും, പുറത്ത് പൈപ്പുണ്ട്, അവിടെ പോയി കഴുകിക്കോണം, എപ്പോഴും ഇവിടെ ഒന്ന് കഴിവരുത്, എനിക്ക് എപ്പോഴും ഇവിടെ കഴുകാൻ വയ്യ എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. നമ്മൾ വൈറ്റ് കളർ വാഷ് ബേസിനും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കായാലും അറിയും കേട്ടോ. എനിക്കാണെങ്കിൽ എന്താ പറയാനാ, എപ്പോഴും നമ്മൾ ജോലി ചെയ്താൽ ശരിക്കും മടുത്തു പോകും കേട്ടോ. എന്ത് ചെയ്യാനാണ്, സ്ത്രീകളെന്ന് പറഞ്ഞാലേ വീട്ടുജോലികളാണല്ലോ അല്ലേ. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ കാര്യം ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. ജോലിക്കും പോകണം, ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ജോലി ചെയ്യണം അല്ലേ, കുട്ടികളെ നോക്കണം, എന്ത് പാടാണ് സ്ത്രീകളുടെ ഒരു പാടെന്ന് പറഞ്ഞാൽ. അങ്ങനെ അമ്മയുടെ ബെഡ്റൂമും എല്ലാം തുടച്ച് അയ്യോ അങ്ങനെ ലാസ്റ്റ് എന്തോ പറഞ്ഞാലെന്തേ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ എത്രയായി നിനക്ക് ശരിക്കും അറിയാം കൂട്ടുകാരെ, 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സിറ്റ് ഔട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക്. അങ്ങനെ എന്തായാലും സിറ്റ് ഔട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എല്ലായിടവും തുടയ്ക്കുവാണ്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ പൂച്ച കയറി കിടക്കാം
കിടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു വട്ടം അബദ്ധം പറ്റിയതാണ്. നമ്മുടെ മാറ്റിനകത്തൊക്കെ പൂച്ച എന്താ പറയണ്ടേ കുറച്ച് അലമ്പാക്കി വെച്ചിരുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ കസേര മാറ്റ് കാര്യങ്ങളെല്ലാം രാത്രി കിടക്കാൻ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം ഞാനങ്ങ് എടുത്ത് അകത്ത് കൊണ്ടിടും കേട്ടോ. അല്ലെങ്കിൽ ഈ പൂച്ച ഒരു 3-4 പൂച്ചയുണ്ട്. ചില സമയത്ത് ഭയങ്കര അലമ്പാണ് ഈ പൂച്ചകൾ കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ എല്ലാ ജോലികളും തീർന്ന് ഇനി നിങ്ങളെ ഞാൻ വീട് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാ റൂമിൻ്റെയും വാതിലും മാറ്റ് ഇടണം കേട്ടോ. അതെനിക്ക് പണ്ട് മുതലേ നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോയും എല്ലാം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നാതെ സമയമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാറ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛൻ പണ്ട് മസ്കറ്റ് നിന്നപ്പോൾ ഒരു കമ്പിളിയാണ്. അപ്പോൾ അത് അത്രയും വർഷങ്ങളായില്ലേ കൂട്ടുകാരെ. അത്രയും വർഷങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ആ കമ്പിളി ചൂടാൻ യൂസ് ചെയ്തില്ല. പല പീസുകളായിട്ട് എന്ത് ചെയ്ത് ഇതുപോലെ നമ്മുടെ റൂമിൻ്റെയൊക്കെ വാതിൽ ഇടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂം എല്ലാം ക്ലീൻ ചെയ്ത് ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിൻ്റെ കബോർഡൊക്കെ കണ്ടോ നല്ല പടപടാ തിളക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ കബോർഡിന് അതിപ്പോൾ വേണ്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല, നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ.